ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻവിസിബിൾ സിബ് കറക്റ്റായിട്ട് എങ്ങനെ ഫ്രോക്കിനും അതുപോലെ തന്നെ ചുരിദാറിനും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, അതിൻ്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സിബ്ബാണ് ഇൻവിസിബിൾ സിബ്. അത് ഏത് ഡ്രസ്സിനും, ഫ്രോക്കിനായാലും ചുരിദാറിനായാലും ഫീഡിങ് കുർത്തിക്കായാലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇൻവിസിബിൾ സിബ് തന്നെയാണ്. അത് കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ കാണാതിരിക്കൂ, അല്ലാന്നുണ്ടെങ്കിൽ വിസിബിൾ ആയിരിക്കും. അത് ഇൻവിസിബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പല്ലുകളൊക്കെ വരുന്നത് ഇതിൻ്റെ താഴ്വശത്താണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ആ ഒരു സിബിൻ്റെ ആ ഒരു വലിക്കുന്ന സാധനമില്ല, അത് മാത്രമേ പുറത്തോട്ട് കാണുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഉള്ളിലേക്ക് പോകും. ആ ഒരു മെത്തേഡിലാണ് ഈ ഒരു സിബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വെക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കുട്ടികളുടെ ഫ്രോക്കിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഒരു ഇൻവിസിബിൾ സിബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതില്ലാതെ കുട്ടികളുടെ ഫ്രോക്ക് നമുക്ക് ചെയ്യാനേ പറ്റില്ല. വലിയവർക്ക് ഗൗണൊക്കെ ചെയ്യുമ്പോഴും സെയിം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പോർഷൻ ഓപ്പൺ ചെയ്തെടുക്കുക കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഫ്രണ്ട് പോർഷനേക്കാളും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് കട്ട് ചെയ്യുക അല്ലെ. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് 1/2 ഇഞ്ച് എടുക്കും. ശേഷം ഈ ഓപ്പൺ ചെയ്ത ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ സിബ് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് സിബിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ നല്ല വശവുമാണ് മുകളിലായിട്ട് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇതുപോലെ വെച്ച് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. 2 or 3 തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഇത്രയൊന്നും പണിയില്ല. ഇതിൻ്റെ ഈ ഒരു പൊസിഷൻ ഒന്ന് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. സിബിൻ്റെ നല്ല വശം എന്ന് പറയുന്നത് ആ സിബ് വലിക്കുന്ന ഒരു പോയിൻ്റ് വരുന്ന ഭാഗമാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് സിബ് വെച്ച് കൊടുക്കണം. സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശമാണ് കേട്ടോ ഒരുപോലെ വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്തിൻ്റെ നല്ല വശമാണുള്ളത്. സിബ് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ചരിച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്. നിങ്ങൾ വീഡിയോ 1 or 2 തവണ കാണുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ക്ലോത്തിൻ്റെ നല്ല വശമാണിത്. ഈ കാണുന്നത് സിബിൻ്റെ നല്ല വശം. ആ നല്ല വശം എടുത്തിട്ട് അതിനെ തിരിച്ച് ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെക്കുക. നല്ല വശം ക്ലോത്തിൻ്റെ മുകളിൽ വരുന്ന വിധത്തിൽ തിരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കൽ കണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ 2ാമതും കാണുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ക്ലോത്തിൽ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. ഞാനൊന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, സിബിൻ്റെ പല്ല് വരുന്നത് ആം ഹോൾ വരുന്ന ആ ഒരു സൈഡിലേക്കാണ് കേട്ടോ. അതൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ പല്ല് വശം, അതായത് നമ്മൾ സിബ് ക്ലോസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു സൈഡില്ലേ, ആ ഒരു സൈഡ് നമ്മൾ വെക്കുമ്പം വരേണ്ടത് കറക്റ്റായിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മൾ ചരിച്ചെടുത്തിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു സംശയമില്ലാതെ ചെയ്യാൻ പറ്റും. ശേഷം സൈഡിലൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമുക്ക് ആ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഈ ഒരു സൈഡ് മാത്രം കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഫൂട്ടൊന്ന് നോക്കാം കേട്ടോ. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫൂട്ടാണ്. ഇത് നമ്മൾ നോർമൽ എല്ലാ സ്റ്റിച്ചിങ്ങിനും യൂസ് ചെയ്യും. ഇത് ഡബിൾ പീസായിട്ടാണ് വരിക. ഇതാണ് സിംഗിൾ പീസായിട്ട് വരുന്ന ഫൂട്ട്. ഇതിനെ സിബ്ബർ ഫൂട്ട് എന്നും പറയും. ഇതിൽ 2 പല്ലുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിന്, അതായത് സിബ്ബർ ഫൂട്ടിന് ഒറ്റ പല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഓരോ മെഷീനിലും ഈ ഫൂട്ട് റിമൂവ് ചെയ്യുന്നത് ഓരോ മെത്തേഡാണ്. മിക്കവാറും സ്ക്രൂ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറോ കാര്യങ്ങളോ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മൾ ഊരിയെടുക്കുക. ശേഷം സിബ്ബർ ഫൂട്ട് ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒട്ടുമിക്ക സ്റ്റിച്ചിങ് മെഷീൻ്റെ കൂടെയും ഈ ഒരു സിബ്ബർ ഫൂട്ട് അവൈലബിൾ ആയിരിക്കും. സിബ്ബർ ഫൂട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിൽ പോയാൽ മതി. ഏത് മെഷീനും ആ ഒരു ഫൂട്ട് കിട്ടുന്നതാണ് കേട്ടോ, എൻ്റെ ഒരു അറിവ്. ഇനി നമ്മളിത് ഇതുപോലെ നേരത്തെ നമ്മൾ വെച്ച ആ ഒരു സിബ് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. സിബ്ബർ ഫൂട്ട് നമ്മൾ യൂസ് ചെയ്താൽ പോലും നമുക്ക് ഈ ഒരു സിബിൻ്റെ സൈഡ് ചെറുതായി ഒന്ന് നിവർത്തി കൊടുക്കേണ്ടി വരും. ആ ഒരു മടക്ക് ഭാഗം നിവർത്തിയതിൻ്റെ ഉള്ളിലായിരിക്കണം സ്റ്റിച്ച് വരേണ്ടത് എന്ന് കരുതി നല്ല ടൈറ്റായിട്ട് വലിച്ച് സിബ് പൊളയാൻ പാടില്ല. അങ്ങനെ ഡിസോർഡർ ആയിട്ടാണ് സിബ് കിട്ടുന്നത് എങ്കിൽ സ്റ്റിച്ച് അഴിച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. അതുപോലെ സിബ് മുകളിലേക്കോ ക്ലോത്തിൻ്റെ ഉള്ളിലേക്കോ ഒന്നും വെക്കരുത്. ആ സിബിൻ്റെ പോയിന്റ് കറക്റ്റ് വരുന്ന വിധത്തിൽ ക്ലോത്തിൽ വെക്കുക. അതുപോലെ ഒരു കൈ കൊണ്ട് സിബിൻ്റെ ആ ഒരു പല്ല് വരുന്ന ഭാഗം സാവധാനം ഒന്ന് നിവർത്തി കൊടുത്ത് എൻഡിലൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേ
ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്താൽ പിന്നെ ആ ഭാഗം നമുക്ക് കാണാനേ പറ്റില്ല സിബിൻ്റെ. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത സ്റ്റാർട്ടിങ് പോയിൻറ്റും അതുപോലെ തന്നെ എൻഡ് വശവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു പീസ് കുറച്ച് മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും അതുപോലെ താഴെ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നെക്കിൻ്റെയും ഇറക്കത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റായിട്ട് വെക്കാം കേട്ടോ. ഇതുപോലെ ഒന്നും വെക്കേണ്ടി വരില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് 1-2 തവണ ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നേരത്തെ മറ്റേ സിബ് ചെയ്തതുപോലെ തന്നെ രണ്ടിൻ്റെയും നല്ല വശം വരുന്ന വിധത്തിൽ കൃത്യമായിട്ട് വെക്കുക. നമ്മളിപ്പോൾ സിബ്ബർ ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഭാഗത്ത് മാത്രമാണ് അതിൻ്റെ പല്ല് വരിക. ആ പല്ല് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മൾ സിബ് വെക്കേണ്ടത്. നേരത്തെ നമ്മൾ മുകളിൽ നിന്നും താഴേക്കാണ് സ്റ്റിച്ച് ചെയ്തത്. അതുപോലെ നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റില്ല. മുകളിൽ നിന്നും താഴേക്ക് ചെയ്യുകയാണെങ്കിൽ സിബിൻ്റെ ഭാഗത്തേക്കായിരിക്കും ഫൂട്ടിൻ്റെ ആ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ആ സിബിൻ്റെ ഒരു മാർക്കിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ക്ലോത്തിൻ്റെ താഴ്വശം വരുന്ന വിധത്തിൽ പിടിക്കുക. എന്നിട്ട് താഴ്വശത്ത് നിന്നും മുകളിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഫസ്റ്റ് നമ്മൾ നെക്ക് പോർഷനിൽ നിന്നും താഴേക്ക് ചെയ്തു. സെക്കൻഡ് ഭാഗം അതായത് സിബിൻ്റെ സെക്കൻഡ് പോർഷൻ താഴ്വശത്ത് നിന്നും നെക്കിൻ്റെ ഭാഗം വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മളത് കൃത്യമായിട്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇവിടെ കുറച്ച് ഭാഗം ഞാനൊന്ന് ഫ്രീ ആയി വിട്ടിട്ടുണ്ട്. അതായത് കറക്റ്റ് സ്റ്റിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കുറച്ച് ഭാഗം പുറത്തോട്ട് കാണും അല്ലേ. ഇപ്പോൾ നമ്മുടെ അവിടെ ഒരു ഓറഞ്ച് ഭാഗമൊക്കെ പുറത്ത് കണ്ടു. എന്നാൽ അത് പരിഹരിക്കാൻ നമ്മൾ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ സിബിൻ്റെ സൈഡ് അതായത് ആ പല്ലിൻ്റെ സൈഡിലൂടെ വേണം ചെയ്യാൻ. ഒരിക്കലും സിബിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല, സിബ് വിട്ട് ദൂരവും പോകാൻ പാടില്ല. കറക്റ്റ് ആ പല്ലിൻ്റെ ഭാഗത്ത് വെച്ച് ഒന്നുകൂടി ചെയ്തിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ സെയിം സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇപ്പോൾ ഓറഞ്ച് സിബാണ് നമ്മൾ വെച്ചത്. അതിൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ല. ജസ്റ്റ് ഒരു ഓപ്പണിങ് മാത്രമാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ ഇതിന് പുറമെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെറ്റ് പോലുള്ള ഫാബ്രിക്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം മെയിൻ ഫാബ്രിക് എടുക്കുക, അതിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുക, ശേഷം നമ്മളിപ്പോൾ കാണിച്ചതുപോലെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു ലൈനിങ് എടുക്കുക. അത് നോർമലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലൈനിങ് എടുക്കുക. എന്നിട്ട് ഈ ഒരു സിബ് നമുക്കിതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഏത് ലൈനിങ് ആണോ എടുത്തിരിക്കുന്നത് ആ ലൈനിങ് ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇപ്പോൾ ഞാനിതാ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കിൻ്റെ അതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് കേട്ടോ വേറെ കളർ എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്തേക്ക് ശ്രദ്ധിക്കണം, നല്ല വശത്തേക്ക് സിബിൻ്റെ മുകളിലേക്ക് വരുന്ന വിധത്തിൽ നമ്മുടെ ലൈനിങ് വെക്കാം. ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം കണ്ടോ, അതായത് നെക്കിൻ്റെ ഈ ഒരു പോർഷൻ മുതൽ താഴ്വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ നെക്ക് ഇതുപോലെ ചെയ്തത്. ഇവിടം വരെ എത്തിയതിന് ശേഷം ആ സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് മാറിയിട്ട്, അതായത് സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്കും പോവണ്ട സിബിൻ്റെ മുകളിലും പോവണ്ട, കറക്റ്റായിട്ട് ആ സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ള ഭാഗത്തു കൂടി നമുക്ക് താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സിബിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരാൻ പാടില്ല. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും ഇടയിലൂടെ സിബിൻ്റെ ഈ ഒരു ഭാഗം പുറത്ത് കാണുകയും വേണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ സിബ്ബർ ഫൂട്ട് യൂസ് ചെയ്തിട്ട് നെക്കിൽ നിന്നും താഴേക്കും താഴെ നിന്നും നെക്കിലേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ സൂചി ഫോക്കസ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് തിരിക്കുക. പിന്നെ നമ്മൾ ആ സിബിൻ്റെ മുകളിലൂടെ തന്നെയാണ് നെക്ക് കവർ ചെയ്തിട്ട് വരുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്തെ നെക്ക് കവർ ചെയ്തിട്ട് വരുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. സാവധാനം ചെയ്യുക. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ സാവധാനം ചെയ്താൽ മതി. പിന്നീട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആ ഒരു സ്പീഡ് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന നെക്കിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒരു കുഞ്ഞു കട്ടിട്ട് കൊടുക്കാം. ആ ഒരു സിബും നെക്കിൻ്റെ പോർഷനും വരുന്ന ആ ഒരു കോണ് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളത് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. നന്നായി ആ ഒരു കോണ് വരുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പം നമ്മളിതാ പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലും അതുപോലെ ബാക്ക് പോർഷനിലും ഒന്നും നമുക്ക് സിബ് കാണാൻ പറ്റുന്നില്ല. ഇതുപോലെ നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു വശത്ത് മാത്രമാണ് കേട്ടോ ലൈനിങ് വെച്ചിരിക്കുന്നത്, മറ്റേ ഭാഗവും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നെക്കും നമ്മൾ
കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ സിബിൻ്റെ പോർഷനും കംപ്ലീറ്റ് ചെയ്തു. കുട്ടികളുടെ ഫ്രോക്ക് ഗൗണൊക്കെ ചെയ്യുമ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് തന്നെ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടും കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് മറ്റേ പോർഷൻ്റെ മുകളിലേക്കും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് കേട്ടോ, നെക്കിൻ്റെ പോർഷനും അതുപോലെ തന്നെ സിബിൻ്റെ ആ പോർഷനും താഴ്വശം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിബിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരാൻ പാടില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതായത് കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഈ ഒരു കോണ് വരുന്ന ഭാഗം കൃത്യമായി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നമ്മളിതാ കറക്റ്റായിട്ട് അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ബാലൻസ് ഉള്ള ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. സെയിം മെത്തേഡ് നേരത്തെ നമ്മൾ എങ്ങനെയാണോ മറ്റേ പീസ് ചെയ്തത് അതേപോലെ തന്നെ ഇതും ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ സിബ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് നെക്കിൻ്റെ പോർഷനും താഴ്വശവും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പിറകു വശത്തും സിബ് കാണാനേ ഇല്ല, അല്ല ഒരു പല്ല് വശം മാത്രമാണ് കാണുന്നത്. സെയിം കളറുള്ള ലൈനിങ്ങും അതുപോലെ തന്നെ ഫാബ്രിക്കും ഒക്കെ ആകുമ്പോൾ ഇതും കൂടി പുറത്ത് കാണേ ഇല്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗൗണിന് അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്കിന് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള ഭാഗം ഫ്രോക്കൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സിബ് ഓപ്പൺ ചെയ്യുമ്പോൾ അതൊക്കെ ഇളകി പോകും കേട്ടോ. ഇപ്പം നമ്മൾ ഓറഞ്ച് സിബ് വെച്ചിട്ട് പോലും ഈ ഒരു നീല ഡ്രസ്സിൽ നമുക്കത് കാണാനേ പറ്റുന്നില്ല. അതിൻ്റെ ജസ്റ്റ് ആ ഒരു കൊമ്പ് മാത്രമാണ് കാണുന്നത്. ഈ ഒരു ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കൊരു ചുരിദാറിൻ്റെ പിറകു വശം അല്ലെങ്കിൽ നമ്മൾ ഫീഡിങ് കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സിബ് കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുവേണ്ടി ചുരിദാറിൻ്റെ ബാക്ക് പോർഷൻ ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ സെൻറ്റർ ഭാഗം കണ്ടോ, ഈ സെൻറ്റർ ഭാഗത്ത് നിന്നും ഏതാണ്ട് ഒരു 11, 11.5, 12 ഇഞ്ച് വരെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 11 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ സെൻറ്ററിൽ കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തു. ഇനി നിങ്ങൾ നേരെ മറിച്ച് ഒരു ഫീഡിങ് കുർത്തിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഷോൾഡർ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഷോൾഡർ 1 ഇഞ്ച് കുറഞ്ഞ് വരും. ബാക്കിയൊക്കെ ഞാനിവിടെ കാണിക്കുന്ന സെയിം മെത്തേഡ് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പം നമ്മളിതാ ഇതുപോലെ ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് സിബ് വെക്കാനാണ് കേട്ടോ ഈ ഒരു പീസ് നമ്മൾ വെക്കുന്നത്. സെയിം കളർ തന്നെ എടുക്കുക. ഇപ്പം ഞാനിത് ആ ഒരു പീസ് ഇതാ ഇവിടെ താഴ്വശം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വശമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കൃത്യമായി 2 സൈഡും വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ വെച്ച ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും ഇൻക്ലൂഡഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ആ ഒരു ഓപ്പൺ ചെയ്തതിൻ്റെ ഒരു സൈഡും നമ്മൾ എക്സ്ട്രാ വെച്ച ആ ഒരു പീസും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഏറ്റവും താഴ്വശം വരുമ്പോൾ ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ട് വേണം മുകളിലേക്ക് കൊണ്ടുവരാൻ. താഴ്വശം എത്തുമ്പോൾ ഒത്തിരി വീതി അങ്ങ് കൂട്ടണ്ട. ഒരു 1/2 ഇഞ്ച് എന്നുള്ളത് ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റ് ഫിനിഷിങ് കിട്ടാനാണ് ആ ഒരു കോണും പ്രത്യേകം ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതാ ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ഭാഗത്ത് എക്സ്ട്രാ ഒരു ക്ലോത്ത് വെച്ചില്ലേ, അത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗവും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഓപ്പണിങ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഭംഗിയായിട്ട് അത് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇതിൻ്റെ ആ ഒരു കോണ് വരുന്ന ഭാഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ അത് തിരിച്ചിട്ട് വരുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ നിൽക്കുള്ളൂ. ഇനി നമുക്കിത് ഈ ഒരു ക്ലോത്തിൻ്റെ മോശം വശത്തേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നല്ല വശത്താണല്ലോ സ്റ്റിച്ച് ചെയ്തത്, കൃത്യമായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ആ ഭാഗം ഫിനിഷിങ്ങിൽ വന്നു അല്ലേ. നമ്മൾ ആ ഫിനിഷിങ് എന്നതിനേക്കാളും ഇൻവിസിബിൾ സിബ് വെക്കാനാണ് ആ ഒരു എക്സ്ട്രാ പീസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സെയിം ഫാബ്രിക് തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒരു പീസല്ലേ. ഇനി നമുക്ക് ഇതുപോലെ സിബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുന്നേ പോലെ
പറഞ്ഞതാണെങ്കിൽ നമ്മൾ ഈ സിബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിലേക്ക് നമ്മുടെ സിബിൻ്റെ നല്ല വശം വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ്. പക്ഷേ ഇവിടെ നമ്മൾ മുഴുവനായിട്ടും ഓപ്പണിംഗ് ഒന്നും കൊടുക്കുന്നില്ല, കുറച്ച് ഭാഗം മാത്രമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വീതി കുറയാതിരിക്കാനാണ് ഇതുപോലെ എക്സ്ട്രാ ഒരു പീസ് എടുത്തത്. ഇപ്പോൾ ഈ ഒരു പീസ് ഞാൻ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം സിബ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കിൻ്റെയും ലൈനിങ് ഫാബ്രിക്കിൻ്റെയും നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. കൃത്യമായിട്ട് രണ്ടിൻ്റെയും നല്ല വശം വെക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ നേരത്തെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആ കാണുന്ന ഒരു റോസ് കളർ ക്ലോത്ത് ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്തിലൂടെ മാത്രമേ സ്റ്റിച്ച് പോകാൻ പാടുള്ളൂ. ഒരിക്കലും ആ ബ്ലൂ കളർ ക്ലോത്തിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്ത ആ ഒരു ക്ലോത്തിലൂടെ മാത്രമാണ് സിബ് പോവേണ്ടതും അതുപോലെ തന്നെ സ്റ്റിച്ച് പോവേണ്ടതും. ഓക്കെ, അത് കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പിങ്ക് കളർ ക്ലോത്തിൻ്റെ താഴ്വശം വരെ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ 1-2 തവണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഒരിക്കലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ പിങ്ക് ക്ലോത്തോ ബ്ലൂ ക്ലോത്തോ നമ്മുടെ ആ ജോയിൻ ചെയ്ത ഭാഗം പുറത്തോട്ട് കാണാൻ പാടില്ല. ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റ് അളവ് തന്നെ കിട്ടും. ഇപ്പോൾ ഞാനിതാ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈകൊണ്ട് ആ സിബിൻ്റെ ഭാഗം ഒന്ന് നീക്കണം. എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിങ് പോയിന്റ് കണ്ടതാ, ആ ഒരു പോയിന്റിൽ കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സിബ് കൈകൊണ്ട് നീക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് ഒന്ന് താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ടൊന്ന് കെട്ടിട്ടെടുക്കാം. നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗത്ത് നിന്നുകൂടി കുറച്ച് താഴേക്ക്, അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കെട്ടിട്ട് കൊടുത്തു. ഇതാ നമ്മൾ കൃത്യമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം അല്ലേ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് സിബ് വലിച്ച് ക്ലോസ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്ലോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് സിബിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ താഴ്വശം എന്തെങ്കിലും നൂല് കുടുങ്ങോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് സിബ് ക്ലോസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിങ്ക് ക്ലോത്ത് ഒന്നും പുറത്തോട്ട് കാണുന്നേ ഇല്ല അല്ലേ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത്. ഇനി നേരത്തെ മറ്റേ സിബ് ചെയ്യുമ്പോൾ ചെയ്ത പോലെ തന്നെ മുകൾ വശവും താഴ്വശം എവിടെയാണോ എൻഡ് വരുന്നത് ആ ഒരു ഭാഗത്ത്, അതായത് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് എൻഡ് വരുന്നില്ല, ആ ഒരു വി ഷേപ്പിൽ വരുന്ന ആ ഒരു ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നതിനേക്കാളും വീഡിയോ കാണുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. ഇനി നമുക്ക് സിബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ശേഷം നെക്സ്റ്റ് സൈഡിലുള്ള ആ ഒരു പിങ്ക് ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു സിബ് ചരിച്ച് വെച്ച് കൊടുക്കുക. അതായത് നല്ല വശം വരുന്ന വിധത്തിൽ ഒന്ന് വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ്. എന്നിട്ട് അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താഴ്വശത്ത് നിന്നും നെക്കിൻ്റെ പോർഷനിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ നിന്നും താഴ്വശത്തേക്ക് ചെയ്തു. ഇത് നേരെ ഓപ്പോസിറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ സിബിൻ്റെ ആ ഒരു പോയിന്റ് കാണുന്നില്ല അല്ല, അതിപ്പോൾ ഇതിൻ്റെ താഴ്വശത്താണുള്ളത്. അത് നമ്മളിതാ ഇതുപോലെ കൈകൊണ്ട് വളരെ സാവധാനം ഒന്ന് വലിച്ചതാ ഈ കാണുന്ന മെത്തേഡിൽ ഒന്ന് മുകളിലേക്ക് വലിച്ചാൽ മതി. ആദ്യം വലിക്കുമ്പോൾ കുറച്ചൊരു ടൈറ്റ് ഫീൽ ചെയ്താലും പിന്നീട് അങ്ങ് വലിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മൾ കൃത്യമായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുരിദാറിനും അതുപോലെ തന്നെ ഫീഡഡ് കുർത്തിക്കും ഒക്കെ ഈ ഒരു മെത്തേഡിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇൻവിസിബിൾ സിബ് എന്ന് പറയുന്നത് ആ സിബ് സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ ഒരു ഭാഗവും കാണാൻ പാടില്ല, വളരെ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ. ആ രീതിക്ക് വേണം ഇത് നമ്മൾ ഫ്രോക്കിനായാലും ചുരിദാറിനായാലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, അതൊന്ന് ശ്രദ്ധിക്കാം. ഇത് നിങ്ങൾ ലൈനിങ് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം സിബ് വെച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതുപോലെ ഒരു പീസ് പുറത്തോട്ടുണ്ടല്ലോ, ആ ഒരു പീസിനെ നമ്മൾ സിബിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊരിക്കലും നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ അറ്റാച്ച് ആവാൻ പാടില്ല. വെറും സിബും ആ ക്ലോത്തും മാത്രം എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാലൻസ് ഉള്ള സിബിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. സെയിം കളർ ക്ലോത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും പുറത്ത് കാണില്ല. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, ടേക്ക് കെയർ.